നമുക്ക് ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് നന്ദു മൂർത്തി ജ്വല്ലറിയിലേക്ക് വന്നിട്ട് മാനേജറോട് ചോദിച്ചു, അല്ല MD ഇല്ലേ, എനിക്ക് എം ഡി ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം മാനേജർ പറഞ്ഞു, അതെ MD ഇവിടെ ഇല്ല, പുറത്തു പോയേക്കുവാന്ന് പറഞ്ഞു. പുറത്തു പോയേക്കുവാന്നോ? അതെ. എന്നിട്ട് MDയുടെ കാർ ഇവിടെ കിടപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞു. അത് പിന്നെ കമ്പനി കാറിലെ മേഡം പോയിരിക്കണേന്ന് പറഞ്ഞു. ഓ, അല്ലെ എവിടേക്കാ പോയത്? അതറിയില്ല, എന്തോ ഒരു മീറ്റിംഗ് ഉണ്ട്, അതിന് പോയേക്കുവാന്ന് പറഞ്ഞു. നന്ദുവിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. നന്ദു പിന്നീട് പുറത്തേക്ക് ഇറങ്ങി വന്നു. ഈ സമയത്ത് CCTV ദൃശ്യങ്ങളിലൂടെ നന്ദുവിനെ കാണുന്നുണ്ടായിരുന്നു അനി. പുറത്ത് വന്നിട്ട് നന്ദു അനിയെ ഫോൺ വിളിക്കുകയാണ്. അനി കോള് കട്ട് ചെയ്തു, കോൾ എടുത്തില്ല. നന്ദു ഒരു ഭയങ്കര വിഷമായി. ഈ സമയത്ത് അനി മനസ്സ് വിചാരിച്ചു, എന്തിനാ കോൾ എടുക്കുന്ന അവളുടെ? താൻ പറയരുതെന്ന് പറഞ്ഞ കാര്യം നവീനോട് അവള് പറഞ്ഞു. എന്നിട്ടോ അവളും അവനും കൂടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തു. എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് തന്നെ അവൾ സോപ്പിടാൻ വേണ്ടി വന്നിരിക്കുന്നു. എന്തിനാ താൻ കോൾ എടുക്കുന്നത്? അത്ര അധപതിച്ചു പോയിട്ടൊന്നുമില്ല താൻ. അല്ലെങ്കിൽ തന്നെ തന്റെ ജീവൻ എടുക്കുന്ന കാര്യങ്ങൾ എപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയ്ക്കിലാണ് ഈ പ്രശ്നം കൂടെ. എല്ലാം കൂടെ താങ്ങാനുള്ള ശക്തിയൊന്നും തനിക്കില്ല. അവൾ അവളുടെ ഇഷ്ടം എന്താണെന്ന് ചെയ്യട്ടെ. അല്ലെങ്കിലും അവൾക്ക് നവീനോടൊരു മതിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. താനൊന്നും അല്ലാതെ തീർന്നു. ആ ഒരു ചിന്തയായിരുന്നു അനിയുടെ മനസ്സിൽ. ഈ സമയത്ത് നന്ദു ആകെപ്പാടെ വിഷമിച്ച തിരികെ പോകുന്ന സമയത്ത് നന്ദുവിന്റെ മനസ്സിൽ അനിയോടുള്ള ഇഷ്ടമായിരുന്നു. അനി ഇപ്പോഴും ദേഷ്യത്തിൽ തന്നെയാണ്. തന്നെക്കുറിച്ച് എന്തൊക്കെയോ തെറ്റിദ്ധാരണകൾ അവന്റെ മനസ്സിലുണ്ടെന്നുള്ള കാര്യം നന്ദുവിന് നല്ല ഉറപ്പായിരുന്നു. ഇതേ സമയത്ത് ദേവേനയും ചന്തുമോളും കൂടെ നയനയെ കാണാൻ വന്നിട്ട് പോവാനായിട്ട് ഇറങ്ങണം. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, ഇന്ന് പോണോ അമ്മേന്ന് ചോദിച്ചു. അതെ പോണം, നാളെ ചന്തുമോൾക്ക് സ്കൂളിൽ പോകണ്ടല്ലേ, അപ്പൊ പോവാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ നയനോട് പറഞ്ഞു, മോളെ നന്നായിട്ട് ശ്രദ്ധിക്കണം, അറിയാലോ. ഇഷ്ടപ്പെട്ട എന്താന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, അമ്മ ഉണ്ടാക്കിക്കൊണ്ട് വരാന്ന് പറഞ്ഞു. അതിന്റെ ഒന്നും ആവശ്യമില്ല അമ്മേ, ഇവിടെ ദാമുവേട്ടൻ ഉണ്ടല്ലോ, ദാമുവേട്ടൻ ഉണ്ടാക്കിക്കൊണ്ട് തരുന്നുണ്ടല്ലോ. പിന്നീട് ചന്ദമോളോട് ആദർശ് പറഞ്ഞു, മോളെ എന്തേലും ഉണ്ടെങ്കിൽ മോൾ അച്ഛനോട് വിളിച്ചു പറയണം കേട്ടോ. അത് കേട്ട് കഴിഞ്ഞപ്പോ ദേവേനി പറഞ്ഞു, ഇനിയിപ്പം ചന്ദമോളുടെ കാര്യം ഓർത്ത് നിങ്ങൾ ആരും വിഷമിക്കണ്ട. ഈ പറയുന്ന അബിയും ജലജയൊക്കെയാണ് ചന്ദമോളുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്നറിയോ? എന്നെ പേടിച്ചിട്ടാ നോക്കുന്നേ. ഞാനല്ലെങ്കിൽ വഴക്ക് പറഞ്ഞാലോ അല്ലെങ്കിൽ നവ്യയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞാലോ എന്ന് ഓർത്തിട്ട്. നവ്യയുടെ കാര്യം അറിയാലോ, അവൾക്ക് സത്യങ്ങളൊന്നും അറിയത്തില്ലാത്തോണ്ട് അവള് ചന്ദമോളോട് വിദ്വേഷം കാണിക്കുന്നുണ്ട്. പക്ഷേങ്കില് അബിക്കും ജലജയ്ക്കും അത് പറ്റില്ല. എന്നെ നല്ല പേടിയുള്ളതുകൊണ്ട് മാത്രം അത് കേട്ടപ്പോ നയന് പറഞ്ഞു, അത് നല്ലൊരു കാര്യം തന്നെയായിട്ട് എനിക്ക് തോന്നുന്നത്, അത് അങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞു. ഈ സമയത്ത് ദേവേനി പറഞ്ഞു, എത്രയും പെട്ടെന്ന് നിങ്ങൾ അങ്ങോട്ടേക്ക് വേണം, എനിക്കാണെങ്കിലും നല്ല സങ്കടം ഉണ്ടെന്ന് പറഞ്ഞു. ആദർശ് പറഞ്ഞു, അവനെ ഞാൻ എന്നും വിളിക്കാറുണ്ട്, വേണ്ട ഉപദേശങ്ങളൊക്കെ അവനും കൊടുക്കാറുണ്ട്. എനിക്കറിയാം അവന്റെ മനസ്സെന്താന്ന്. ഒരിക്കലും അധികാരിമോഹിയല്ല അത് അവന്. അതുകൊണ്ട് തന്നെ അവന് ഞാൻ എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് തിരികെ വരണമെന്ന് ആഗ്രഹം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ദേവേനി പറഞ്ഞു, അതെ അച്ഛന് പക്ഷെ ഭയങ്കര മാറ്റങ്ങളൊക്കെ ഉണ്ട്. അച്ഛന്റെ സ്വഭാവത്തിൽ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ മാറ്റങ്ങളുണ്ടാവുമെന്ന് ഞാൻ പോലും വിചാരിച്ചില്ല. ആദർശ് പറഞ്ഞു, അത് മുത്തശ്ശനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അമ്മേ, അതുപോലത്തെ സംഭവ വികാസങ്ങളൊക്കെ അല്ലേ ഉണ്ടായിരിക്കുന്നേ. പിന്നെ അറിയാലോ, മൂർത്തി ജ്വല്ലറി ഒരു തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുക. പെട്ടെന്ന് അവിടുന്ന് കരകയറുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന് മുത്തശ്ശനറിയാം. എന്നാലും മോനെ, നിന്റെ മുത്തശ്ശൻ എപ്പോഴും പറയുന്നത് എന്താണെന്നറിയാവോ? ഈ AN ജ്വല്ലറിക്ക് പിന്നിൽ ആരോ ഉണ്ടെന്നാ പറയണേ. അത് ശരിയാ, അതെന്താണെങ്കിലും ഉണ്ടായിരിക്കും. അയാളെ കണ്ടുപിടിച്ചിട്ട് മാത്രമേ ഞാൻ അങ്ങോട്ടേക്ക് വരത്തുള്ളൂ എന്ന് പറഞ്ഞു. ആ സമയത്ത് ദേവേനി പറഞ്ഞു, എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം തന്നെയാ എൻ്റെ പ്രാർത്ഥന. അല്ലെങ്കിൽ ഓരോ ദിവസം വൈകുന്തോറും എനിക്ക് നിങ്ങളെ അടുത്ത് കിട്ടത്തില്ലോ. എല്ലാ സത്യങ്ങളും തെളിയിച്ചിട്ട് നിങ്ങൾ അങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ പഴയതുപോലെ തന്നെ നമുക്കവിടെ സന്തോഷമായിട്ട് ജീവിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറച്ച് സമയം കൂടെ സംസാരിച്ചിട്ടാണ് ചന്ദമോളും ദേവേനയും കൂടെ അങ്ങോട്ട് യാത്ര പറഞ്ഞ് പോകുന്ന സമയത്ത് ദേവേനയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചന്ദമോൾക്കും വിഷമമായിരുന്നു. അവരിറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ആദർശ് പറഞ്ഞു, ഇവിടെ വന്നിട്ട് പോയിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് സങ്കടമാവും, അമ്മയുടെ കണ്ണ് നിറയും, അതുകൊണ്ടാ അമ്മയോട് ഞാൻ ഇങ്ങോട്ടേക്ക് വരണ്ടാന്ന് പറഞ്ഞ്. നയന പറഞ്ഞു, അത് ശരിയാ, ചന്ദമോൾക്കും ആകെപ്പാടെ വിഷമാവും. എത്രയും പെട്ടെന്ന് സത്യങ്ങളൊക്കെ കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു. അമ്മ പറഞ്ഞിട്ടുണ്ട് 7-ാം മാസം അമ്മ ഇങ്ങോട്ടേക്ക് വന്നിക്കാന്ന് എന്നെ നോക്കാനായിട്ട്. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, അതിന്റെ ആവശ്യമാണെന്ന് എനിക്ക് തോന്നില്ല. അതെന്താ ആദർശിട്ട് അങ്ങനെ പറഞ്ഞേ? അത് പിന്നെ അപ്പോഴേക്കും നമ്മുടെ തറവാട്ട് വീട്ടിലേക്ക് തിരികെ ചെല്ലത്തില്ലേ, അതിനുമുമ്പ് നമ്മൾ സത്യങ്ങളൊക്കെ കണ്ടുപിടിക്കും. അങ്ങനെ ചെന്ന് കഴിയുമ്പോഴത്തേനും മുത്തശ്ശന് നമ്മളെ അവിടെ വീട്ടിലേക്ക് കയറ്റായിരിക്കാൻ പറ്റില്ല. മുത്തശ്ശന് ഇപ്പൊ ഈ കാണിക്കുന്ന ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉള്ളന്നേ. നമ്മളെ കണ്ടു കഴിയുമ്പോഴത്തേനും മുത്തശ്ശന്റെ ദേഷ്യവും കാര്യങ്ങളൊക്കെ മാറിക്കോളൂ എന്ന് പറഞ്ഞു. നയന് പറഞ്ഞു, അങ്ങനെ എത്രയും പെട്ടെന്ന് സംഭവിച്ചാൽ മതിയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ അബിയും കൂടെ ഒരു ചായയൊക്കെ കുടിച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും നവ്യ പറഞ്ഞു, എടാ നീ എന്നാ AN ജ്വല്ലറി പോയി ജോയിൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു.
അത് കേട്ട് കഴിഞ്ഞപ്പത്തിന് അഭി പറഞ്ഞു, എടി അത് പിന്നെ ഞാൻ, എടാ ജ്വല്ലറിയുടെ ഡേവിഡ് സാർ MD പാവമാണ്. സാറ് ചോദിച്ചിട്ടുണ്ടല്ലോ കാര്യങ്ങളൊക്കെ നിന്നോട് എല്ലാം ചോദിച്ചു മനസ്സിലാക്കിയതില്ലേ. അപ്പൊ പിന്നെ അധികം വൈകാതെ തന്നെ നിനക്ക് ജ്വല്ലറി പോയി ജോയിൻ ചെയ്യാൻ പറ്റും. അത് നീ എന്താന്ന് വെച്ചാൽ ചെയ്താൽ മതി. അതെന്താ, നിനക്ക് നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമില്ലേ? നീ എന്താടാ ഇങ്ങനെയൊക്കെ പറയണേ? എന്നും നമുക്ക് ഇങ്ങനെ കിടന്നാൽ മതിയോ? നിനക്കൊരു ജോലിയും കാര്യങ്ങളൊക്കെ വേണ്ടേ? എടി നവ്യെ, എനിക്കത് വേണമെന്നുണ്ട്. പക്ഷേങ്കിൽ അതേ വീട്ടറിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രമാത്രം ഭൂകമ്പം ഉണ്ടാവും നിനക്കറിയാലോ എന്നും പറഞ്ഞോണ്ട് നീ ഈ ജോലിയൊന്നും ഇല്ലാതെ ഇവിടെ ഇരിക്കാനാണോ നിന്റെ ഭാവം? എടി എന്റെ ആഗ്രഹം നിനക്കറിയാലോ എന്താന്ന്. പക്ഷേ എങ്കില് ഇപ്പൊ തന്നെ കണ്ടില്ല, എനിക്കറിയാം. ഈ പറയുന്ന ആദർശേണ്ണോ അനിയും കൂടെ അല്ല നിന്നെ കമ്പനിയിൽ നിന്ന് പുറത്താക്കിയത്. ഈ കുടുംബത്തിലുള്ള എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക ചെയ്തേ. അപ്പൊ പിന്നെ നിനക്ക് നിന്റെ ഇഷ്ടം നോക്കി പോയിക്കൂടെ? എടി അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ട്രസ്റ്റ് എന്നുള്ള വിഹിതമൊന്നും കിട്ടത്തില്ല. ഉള്ളതും കൂടെ കിട്ടാതാം. പിന്നെ ഈ പറയുന്ന ജ്വല്ലറിക്കാരെ എത്ര നാൾ നമ്മളെ ഹോൾഡ് ചെയ്ത് വെക്കുമെന്നും അറിയത്തില്ല. ചിലപ്പോൾ അവർക്ക് വെറുപ്പ് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മളെ അവിടുന്ന് ഓടിച്ചാലോ. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു പിടിച്ചുവെപ്പ് ഉണ്ടാകത്തില്ല. എടാ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. അങ്ങനെ നോക്കിയാൽ പിന്നെ ജീവിക്കാൻ പറ്റുമോ? അവർക്ക് എന്തായാലും എന്നോട് നല്ല മതിപ്പുണ്ട്. അതുകൊണ്ടാണ് ജ്വല്ലറിയിലൊരു ജോലി തരാന്ന് പോലും പറഞ്ഞ്. അത് കേട്ട് കഴിഞ്ഞപ്പത്തിന് അഭി പറഞ്ഞു, എടി അതിപ്പം ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല. നീ തന്നെ ഫോഴ്സ് ചെയ്ത് പറയണം എനിക്കൊരു ജോലി വേണം. അതുകൊണ്ട് ഞാൻ ജ്വല്ലറിയിലേക്ക് അവനെ പറഞ്ഞുവിടുക, അവനവിടെ പോയി ജോലി ചെയ്യട്ടെ, അവിടെ ജോലി കൊടുക്കാന്നൊക്കെ പറഞ്ഞൊക്കെ അങ്ങനെ നീ വേണം ഫോഴ്സ് ചെയ്ത് ഈ വീട്ടിലുള്ളവരോട് പറയാനായിട്ട്. അങ്ങനെയാണ് പ്രശ്നമില്ല. അല്ലാതെ ഞാനായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം നവി ഇങ്ങനെ ഒരു ആലോചിച്ചു. അത് ശരിയാണെന്ന് നവിക്ക് തോന്നി. കുറച്ച് കഴിഞ്ഞപ്പോൾ നയനയും ദേവേനയും ചന്തമോളും കൂടെ വീട്ടിലേക്ക് വരുവാണ്. ആ സമയം മുത്തശ്ശി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ വന്നു കഴിഞ്ഞപ്പോൾ ചോദിച്ചു, എങ്ങനെയുണ്ട് മോനും മരുമോളും സുഖമായിട്ടിരിക്കണമെന്ന് ചോദിച്ചു. സുഖമായിട്ടിരിക്കുന്നമ്മേ. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, പിന്നെ ഒരു കാര്യമുണ്ട്, അടുത്ത ദിവസം എന്താണെങ്കിലും നമുക്ക് അങ്ങോട്ടേക്ക് പോകേണ്ട വരും. ഞാൻ ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്തും നീ ഗർഭിണിയായിരുന്ന സമയത്തൊക്കെ അദ്ദേഹം ഒരു പലഹാരം ഉണ്ടാക്കിയിരുന്നു. ഒരു വീട്ടിൽ നിന്ന് പലഹാരം ഉണ്ടാക്കിക്കൊണ്ട് തരുമായിരുന്നു. അപ്പൊ ആ പലഹാരം ഉണ്ടാക്കണം, അത് നായനമോൾക്കും കൊടുക്കണമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ദേവേന പറഞ്ഞു, അത് ശരിയാ, ഞാൻ അതിനെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. ആദർശനെ ഗർഭിണിയായിരുന്ന സമയത്ത് അമ്മ എനിക്കും കൊണ്ട തന്നല്ലെന്ന് ചോദിച്ചു. അതെ. പിന്നെ എന്ത് പറഞ്ഞു നയനമോള്? സുഖമായിട്ടിരിക്കുന്നു, എല്ലാരെയും കാണാനായിട്ട് അവൾക്ക് കൊതിയുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ചന്തുമോള് പറഞ്ഞു, എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അച്ഛനും അമ്മയ്ക്കും ഭയങ്കര സന്തോഷമായെന്ന് പറഞ്ഞു. ആഹാ, അങ്ങനെയാണോന്നൊക്കെ ചോദിച്ചു. അപ്പോഴാണ് നവ്യയും അഭിയും കൂടി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. നവ്യ എന്നിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ട് അമ്മായി? നയനെ കണ്ടിട്ട് അവൾ സുഖമായിട്ടിരിക്കണമെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ദേവേന് പറഞ്ഞു, അതെ, സുഖമാണോ അല്ലേ എന്നൊക്കെ നിനക്ക് അങ്ങോട്ട് പോയി അന്വേഷിക്കാമല്ലോ, നിന്റെ അനുജത്തി അല്ലേന്ന് ചോദിച്ചു. ഓ, അന്വേഷിക്കാൻ പോണമെന്നൊക്കെ ഉണ്ട്, എപ്പോഴേലും പോണം. പക്ഷെ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അങ്ങേരുടെ മുഖം കൂടെ കാണണമല്ലോ, ആദർശിന്റെ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പോവാത്തെ, അല്ലായിരുന്നെങ്കിൽ ഞാൻ പോയെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ ദേവേനിക്കൊക്കെ നല്ല ദേഷ്യമായി. എന്ത് ചെയ്യാൻ പറ്റും? പിന്നീട് പറഞ്ഞു, അമ്മായി പോകുന്നല്ലോ ഞാൻ പോന്നേ. അമ്മായി പിന്നെ പോന്നെന്ന് പറഞ്ഞാ മോനെ മരുമോളെ കാണാനായിട്ടാ. പിന്നെ ഈ ചന്തു എന്ന് പറയുന്ന കൊച്ചുണ്ടല്ലോ, അതിനെ എന്റെ അച്ഛനെ കൊണ്ടേ കാണിക്കാൻ വേണ്ടിട്ടാ. പക്ഷെ ഞാൻ അങ്ങനെയല്ല പോണേന്ന് പറഞ്ഞു. ഈ സമയത്ത് മുത്തശ്ശി പറഞ്ഞു, നവിയെ നീ കൂടുതലും മിണ്ടാതിരിക്കുന്നതായിരിക്കും നിനക്ക് ഭംഗിയെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നവി പറഞ്ഞു, ഞാൻ എന്തായാലും പുറത്തേക്ക് പോകാൻ ഇറങ്ങിയതാ. ജ്വല്ലറിയുടെ ഒരു പരസ്യം ഷൂട്ട് ചെയ്യാനുണ്ട്, അപ്പൊ അതിന് വേണ്ടിയിട്ട് പോവാ ഞാൻ. പിന്നെ അത് മാത്രമല്ല, ഇന്ന് പോകുന്ന സമയത്ത് അബിക്ക് അവിടെ ഒരു ജോലി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജ്വല്ലറിയുടെ MD ഡേവിഡ് സാറ്. അപ്പൊ അതിനെക്കുറിച്ച് ഒന്ന് കാര്യമായിട്ട് സംസാരിക്കണം. ഇവനവിടെ ഒരു ജോലി കിട്ടുവാണെങ്കിൽ നല്ല കാര്യം തന്നെയാ. ഇത് കേട്ടപ്പോ ദേവേനെ ചോദിച്ചു, നീ എന്താടാ അവിടെ ജോലിക്ക് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ അബിയൊന്നും മിണ്ടിയില്ല. ആ സമയം നവ്യ പറഞ്ഞു, നീ എന്തിനാടാ അബി ഇങ്ങനെ പേടിക്കണേ, വാ തുറന്ന് കാര്യം പറയടാന്ന് പറഞ്ഞു. അത് പിന്നെ ഞാന് അപ്പോഴേക്കും ദേവേന് പറഞ്ഞു, അവനൊന്നും പറയത്തില്ല, അവൻ പോകത്തില്ലല്ലോ, അതല്ല സത്യാവസ്ഥ. അപ്പോഴേക്കും നവ്യ പറഞ്ഞു, ഇവനെന്തിനു പോവാതിരിക്കണം? ഇവന് മൂർത്തി ജ്വല്ലറിൽ ഒരു സ്ഥാനമില്ല. പക്ഷെ ഇവൻ ആ കമ്പനിയിലേക്ക് ജോലി ചെയ്യട്ടെ, ഇവനും വേണ്ടേ? അല്ലെങ്കിൽ എന്നും അമ്മായി പറയുന്നൊക്കെ അനുസരിച്ച് അടുക്കളപ്പണിയും ചെയ്ത് മുറ്റവും തൂത്ത് ഇങ്ങനെ കഴിഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. എൻ്റെ ഈ ജോലി എന്ന് പറഞ്ഞാൽ സ്ഥിരം ഒന്നുമല്ല, അറിയാലോ. ഒരു മോഡൽ എന്ന് പറയുമ്പോൾ എല്ലാ കാലത്തും അങ്ങനെ ജോലി ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇവന് ജോലി ഉണ്ടായാൽ മതിയുള്ളൂ. ജോലി ഉണ്ടായാൽ മാത്രമേ ഞങ്ങളുടെ കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് പോകുള്ളൂ. അല്ലെങ്കിലും സ്വന്തമായിട്ട് അധ്വാനിച്ചൊരു 10 പൈസ ഉണ്ടാക്കുന്നതിന്റെ സന്തോഷം അതൊന്നും വേറെ തന്നെയാണ്. അതുകൊണ്ട് ഇവൻ അവിടെ എന്താണല്ലോ ഒരു ജോലി കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാ. ഇവന് ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവനെ ഞാൻ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടും. അല്ലെങ്കിലും ഇപ്പോൾ വളർന്നു വരുന്നൊരു ജ്വല്ലറിയാണ് ജ്വല്ലറി. അവിടെ ഒരു ജോലി കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മൂർത്തി ജ്വല്ലറി തകർന്നുകൊണ്ടിരിക്കുമല്ലേ. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പത്തിന് മുത്തശ്ശിക്ക് ദേഷ്യമായി. പിന്നീട് നബി പറഞ്ഞു, എന്നാ ശരി, ഞാൻ പോയിട്ട് വരട്ടെടാ അബി,
ഞാൻ പോയി സംസാരിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് നവ്യ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. ഈ സമയത്ത് ദേവേനെ ചോദിച്ചു, എടാ നീയും കൂടെ അറിഞ്ഞിട്ടാണോ ഇതെന്ന് ചോദിച്ചു. അയ്യോ അങ്ങനെയൊന്നുമില്ല അമ്മായി എന്ന് പറഞ്ഞു. മുത്തശ്ശി പറഞ്ഞു, എന്റെ ദേവേനി ചോദിക്കേണ്ട കാര്യമുണ്ടോ അവന്? ഇവനെല്ലാം പുറയുന്ന പിരികയറ്റി കൊടുക്കുന്ന, എന്നിട്ടോ അവളെ ഇട്ട് തുള്ളിക്കുന്ന നമുക്കറിയാവുന്ന കാര്യല്ലേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവിടെ എങ്ങാനും പോയി ജോയിൻ ചെയ്യാൻ നിന്റെ മനസ്സിൽ എന്തെങ്കിലും വിചാരമുണ്ടേ അതോടുകൂടി നിന്റെ ജീവിതം തീർന്നെന്ന് കൂട്ടിയാൽ മതി. അപ്പോഴേക്കും അഭി പറഞ്ഞു, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, ഞാനിപ്പോ ചെറുത്താനും കടലിൽ നടുക്കാം എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പം മുത്തശ്ശി പറഞ്ഞു, എടാ ചെറുത്താനും കടലിന്റെ നടുക്ക് നീ അല്ലടാ ഞങ്ങളാടാ, നിന്നെയൊക്കെ ഇവിടെ തീറ്റി പോറ്റുന്നില്ലേ, നീയൊക്കെ ഈ കുടുംബത്തിൽ വന്നതിന് ശേഷം അങ്ങനെ ഒരു പ്രതിസന്ധിയിലായത് ഞങ്ങളാന്ന് പറഞ്ഞു. എന്തിനേറെ പറയുന്നു, നിന്നെയൊക്കെ ഈ വീട്ടിൽ നിർത്തിയതാ ഇത്രയും വലിയ ദോഷത്തിന് കാരണമായത്, ഈ കുടുംബം തന്നെ ഇപ്പം നശിച്ചു പോയിക്കൊണ്ടിരിക്കണേ എന്നും പറഞ്ഞിട്ട് മുത്തശ്ശി ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോയി. അതേസമയം മാളവിക നയനയെ ആദർശനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നയനയുടെ അടുത്ത് സംസാരിക്കുക. ആ സമയത്ത് നയനയുടെ ഡിസൈൻ വരയ്ക്കുന്നുണ്ടായിരുന്നു. മാളവിക പറഞ്ഞു, എനിക്ക് അത്ഭുതം തോന്നുന്നുണ്ട്, ഇത്ര പെട്ടെന്ന് എങ്ങനെയാ ഇങ്ങനെ ഡിസൈൻ ഒക്കെ വരയ്ക്കണേന്ന്. അപ്പോഴേക്കും നയന പറഞ്ഞു, അതെ ഞാൻ ജനിച്ചപ്പോൾ മുതൽ കാണുന്നല്ലേ എൻ്റെ അച്ഛന് ആർട്ട് വർക്കൊക്കെ ചെയ്യുന്നത്, അപ്പൊ അതൊക്കെ കണ്ടാണ് ഞങ്ങൾ വളർന്നു വന്നേ. അപ്പൊ ആ കുറച്ച് കഴിവും കാര്യങ്ങളൊക്കെ എനിക്കും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ആർട്ട് വർക്കും കാര്യങ്ങളും ഡിസൈനിങ് ഒക്കെയാണ് എന്നെ അനന്തപുരി കുടുംബത്തിലേക്ക് എത്തിച്ചതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം മാളവി പറഞ്ഞു, ആ കഥയൊക്കെ ആദർശ് സാറ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അതെ, ശരിക്കും പറഞ്ഞ ഈ കുടുംബത്തിൽ വന്ന സമയത്ത് ഈ പറയുന്ന ആദർശേണ്ണോ അല്ലെങ്കിൽ ആദർശേണ്ട അമ്മയ്ക്ക് എന്നെ ഇഷ്ടമില്ലായിരുന്നു. പിന്നീടാണ് ആദർശേണ്ണ എന്നെ പതുക്കെ സ്നേഹിച്ചു തുടങ്ങിയത്. എന്നാലും എൻ്റെ അമ്മായിമ്മ എന്നെ സ്നേഹിക്കാൻ കൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവർക്കൊരു വയ്യായിക വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കരള് ദാനമൊക്കെ നൽകി. അതിന് ശേഷമാണ് അവരെന്നെ മോളായിട്ട് അംഗീകരിച്ചത്. ഇപ്പൊ ഭയങ്കര സ്നേഹമാ. ശരിക്കും ഇങ്ങനെ രണ്ടുപേരെ കിട്ടാനായിട്ട് ഞാൻ ഭാഗ്യം ചെയ്യണമെന്ന് പറഞ്ഞു. അത് കേട്ടതും മാളവി പറഞ്ഞു, അതെ ഇതുപോലെ ഒരു മരുമോളെ കിട്ടാനായിട്ട് അവർക്കും ഒരു ഭാഗ്യം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവര് സംസാരിച്ചിരിക്കുകയാണ്. ഈ സമയത്താണ് ആദർശം അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. ആദർശം വന്നിട്ട് മാളവിയോട് പറഞ്ഞു, അതെ അറിയാലോ, സൂക്ഷിച്ചും കണ്ടുമൊക്കെ വേണം ഇങ്ങോട്ടേക്ക് വരാനായിട്ട്. എനിക്കറിയാം സാറേ, ആ കാര്യത്തിൽ എനിക്കൊരു പേടിയില്ല. പിന്നെ എന്റെ ഭർത്താവിനും ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആണല്ലോ, അപ്പൊ അത്യാവശ്യം സ്പൈ വർക്കും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ട്. അപ്പൊ അദ്ദേഹം എനിക്ക് കുറെ പ്ലാനുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു കഴിഞ്ഞപ്പം, അല്ലെങ്കിൽ തന്നെ ആദർ സാർ വിളിച്ചെന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എന്നോട് പറഞ്ഞ്, നീ പോയിക്കോ, ധൈര്യമായിട്ട് പോയിക്കോളാൻ എന്നോട് പറഞ്ഞ്. അദ്ദേഹത്തിന്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്കിന്ന് ഇവിടെ നിൽക്കാൻ പറ്റണേന്ന് പറഞ്ഞു. ആദർശ് പറഞ്ഞു, അതൊക്കെ നല്ല കാര്യം തന്നെയാ, പക്ഷെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ സൂക്ഷിക്കണം. അപ്പോഴേക്കും മാളവി പറഞ്ഞു, അതൊക്കെ ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. കാരണം ഇവിടേക്ക് വരുമ്പോൾ ഞാൻ മാസ്ക് ഒക്കെ വെച്ച് തലവഴി ഷോളൊക്കെ ഇട്ട് അങ്ങോട്ട് കയറി വരുന്നത്, ആർക്കും ഒരു സംശയം ഉണ്ടാകാത്ത രീതിയിൽ. അത് മാത്രമല്ല ഹെയർ സ്റ്റൈൽ വരെ ഞാൻ മാറ്റിയിട്ടുണ്ട്. നയന് പറഞ്ഞു, അത് കൊള്ളാം, അത് സൂപ്പർ ആയിട്ടുണ്ട്. കാരണം ഒരു കാരണവശാലും നമ്മൾ പിടിക്കപ്പെടലെന്ന് പറഞ്ഞു. ആദർശ് പറഞ്ഞു, അവരുടെ കാര്യം അറിയാലോ, എങ്ങാനും പിടിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അനുഭവം അറിയാലോ, എനിക്ക് കിട്ടിയ അനുഭവം അതുപോലെ ഒരു ആപത്തായിരിക്കും മാളവിക്കും വരാൻ പോകുന്നതെന്ന് പറഞ്ഞു. മാളവി പറഞ്ഞു, അതൊക്കെ അറിഞ്ഞിട്ടാ സാറേ ഞാൻ മുന്നോട്ട് പോണേന്ന് പറഞ്ഞു. സാറ് പേടിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നയന താൻ വരച്ച ഡിസൈൻ കാണിക്കുകയാണ്. ഇത് നോക്ക് ആദർശേട്ടാന്ന് പറഞ്ഞു. ആദർശ് പറഞ്ഞു, കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. അവരെന്താണെങ്കിലും ഈ വിഷുവിന് മാളവിക കളക്ഷൻസ് ഇറക്കും. നല്ല രീതിയിൽ തന്നെ അവർ മുന്നോട്ട് പോകും. അങ്ങനെ ഉയർച്ചയിലെത്തി നിൽക്കുമെന്ന സമയത്ത് വേണം നമുക്ക് പതുക്കെ അവരെ ഒന്ന് താഴ്ത്താനായിട്ട്. പിന്നെ അങ്ങനെ ഉയർന്നു നിൽക്കുന്ന സമയത്ത് മാളവിയോട് പല രഹസ്യങ്ങളും പറയാനായിട്ട് ഡേവിഡ് തുടങ്ങും. അതൊക്കെ ചോർത്തി എടുക്കണമെന്ന് പറഞ്ഞു. കാരണം മാളവികയിൽ അവർക്കൊരു വിശ്വാസം ഉണ്ടാവും. അതിനുശേഷം വേണം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടത്താനെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ മാളവി പറഞ്ഞു, അതൊക്കെ ഞാൻ ഏറ്റു സാറേ, സാറ് വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. പിന്നീട് മാളവിക യാത്ര പറഞ്ഞ് ആ ഡിസൈനിങ് ഒക്കെ മേടിച്ച് അങ്ങോട്ടേക്ക് പോവാണ്. ആദർശ് പറഞ്ഞു, ഇവളാണ് നമ്മുടെ തുറുപ്പ് ചീട്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നയന പറഞ്ഞു, ശരിയാ, പക്ഷെ ഒരു കാര്യമുണ്ട്, ആ തുറുപ്പ് ചീട്ടിന് ആപത്തൊന്നും ഉണ്ടാവാതിരുന്നാൽ മതിയായിരുന്നു. കാരണം ഓപ്പോസിറ്റ് സൈഡ് AN ജ്വല്ലറിയാണ്, അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയാണ്. കാരണം എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാ. ആദർശോട് ഞങ്ങളൊന്നും സംഭവിക്കില്ല, നീ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. അതിനു മുമ്പായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.